പല കാര്യങ്ങളും ഡബിൾ സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പൊ നമ്മൾ ഡിവോഴ്സിന്റെ കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ സിറ്റുവേഷനിലേക്ക് വരാം. മെൻ ഹണ്ട് ചെയ്തിട്ട് ഫാമിലി ഫീഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തില് വുമണ് നല്ല കോൺട്രിബ്യൂഷൻ ഉണ്ട്. കാരണം ഈ മനുഷ്യർക്ക് ഹണ്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾക്ക് പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ അയാളുടെ മക്കളെ സംരക്ഷിക്കുന്നത്, അയാളുടെ വീട് സംരക്ഷിക്കുന്നത്, എല്ലാ കാര്യങ്ങളും ആ സ്ത്രീയാണ്. അപ്പൊ അയാൾ ചെയ്യുന്ന എന്താണോ ആക്ടിവിറ്റി അതിൽ ഈക്വൽ ഒരു പങ്ക് ആ പെണ്ണിനുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ആളുകൾ പറയാണ് ആണ് ജോലി ചെയ്യണം, അതേപോലെ തന്നെ സ്ത്രീയും ജോലി ചെയ്യണം എന്നൊക്കെ പറയുന്ന അവകാശികള് ഒരു സമയത്ത് ഒരു ഡിവോഴ്സ് ചെയ്യാണ്. അപ്പൊ ഒരു പറയുന്നത് എന്താ വെച്ചാല് പുരുഷന്റെ വെൽത്തിൽ നിന്ന് നല്ലൊരു ശതമാനം അവർക്ക് വേണം. ഇപ്പൊ നമ്മൾ അഷ്റഫ് ഹക്കീമിന്റെ കേസൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാല് ആ ഡിവോഴ്സ് ഫയൽ ചെയ്ത സമയത്ത് ജെഫ് ബെസോസ്, ബിൽഗേറ്റ്സ് ഓൾമോസ്റ്റ് 79 ബില്യൺ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ഡിവോഴ്സ് ഫയൽ ചെയ്ത സമയത്ത്. ഒരുപാട് കേസൊക്കെ ഭയങ്കര കോമഡി ആയി നടന്ന കേസ്. അതുപോലെ തന്നെ അൽപാച്ചിനോ 80ാമത്തെ വയസ്സിൽ അങ്ങനെയാണ് കല്യാണം കഴിച്ച ഒരു അറബി സ്ത്രീനെ. എന്നിട്ടില്ലേ പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ് കുട്ടിയായിട്ട് ഡിവോഴ്സ് ആയി. എന്നിപ്പോ ചൈൽഡ് സപ്പോർട്ടിന് $30,000 എല്ലാ മാസവും. ജെഫ് ബെസോസും ബിൽഗേറ്റ്സും ഒക്കെ ഓരോ വെൽത്ത് ഉണ്ടാക്കിയെടുത്ത സമയത്ത് ചിലപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ സ്ത്രീ ഉണ്ടായിക്കോളുന്നില്ല, അല്ലെങ്കിൽ ഓരോ ലൈഫ് പാർട്ണർ ഉണ്ടായിക്കോളുന്നില്ല. പിന്നീട് ഓരോത് ഉണ്ടാക്കിയെടുത്തു. അപ്പോ അതിൽ എത്രത്തോളം പാർട്ണർഷിപ്പ് അവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് പലപ്പോഴും ഡബിൾ സ്റ്റാൻഡേർഡ്